എൻ്റെ മകൻ്റെ മകളാണ് നിര്യാതയായ ആലിൻ. വളരെ യാദൃശ്ചികമായി സംഭവിച്ച കാര്യങ്ങളാണ്. അതിനുശേഷം മാധ്യമങ്ങളടക്കം വളരെ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്തു. ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അത് നല്ല നിലയിലാണ് കൈകാര്യം ചെയ്തത്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം പലർക്ക് പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇന്നത്തെ സംബന്ധിച്ച് ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ ഞങ്ങൾ ഈ പറച്ചിൽ നിർത്തുകയും ചെയ്തതാണ്. പറഞ്ഞതോടെ പല നെഗറ്റീവ് കമൻസും വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി പ്രതികരിക്കുന്നില്ല എന്ന് കരുതിയതാണ്. എന്നാൽ ഇത്തരത്തിൽ ഇന്ന് പ്രധാനമന്ത്രി മോഡിജി ഇക്കാര്യം പറഞ്ഞപ്പോൾ പ്രതികരിച്ചില്ല എങ്കിൽ മോശം ആകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചാനലുകളുടെ മുന്നിലെത്തിയത്. വളരെ സന്തോഷമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഇത്തരത്തിൽ ഞങ്ങളെ ഇതൊരു വലിയ കാര്യത്തിൽ ഇക്കാര്യം എടുത്ത് ഇതിനെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ അത് മൻ കി ബാത്തിലൂടെ പറഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ഒരു വശത്ത് ഞങ്ങൾക്ക് കുഞ്ഞ് മരിച്ചതിൻ്റെ ദുഃഖമുണ്ട്. പക്ഷേ ഇത് വലിയ അംഗീകാരമായി, രാജ്യം നൽകുന്ന അംഗീകാരമായി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുടുംബത്തിന് സന്തോഷമുണ്ട്. തീർച്ചയായും ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ എന്നാണ് ഈ സ്ഥലത്തിൽ പറയാനുള്ളത്. പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം കുടുംബത്തിന് നേർക്കുണ്ടാകുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണോ അങ്ങനെ മാറി നിൽക്കാൻ തീരുമാനിച്ചത്? അങ്ങനെ മാത്രമല്ല, എൻ്റെ മകൻ്റെയും മകളുടെയും തീരുമാനം ഇത് നമ്മൾ പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ ഒരു അംഗീകാരത്തിനോ വേണ്ടി ചെയ്തതല്ല, പരസ്യത്തിനോ അംഗീകാരത്തിനു വേണ്ടി ചെയ്തതല്ല. നമ്മൾ യാദൃശ്യമായി വന്ന കാര്യം അതിനെ ഇങ്ങനെ നമ്മളൊരു അവർക്ക് താല്പര്യമില്ല ഇത്തരത്തിലുള്ള പബ്ലിസിറ്റിയോ ക്രെഡിറ്റ്സോ നേടാൻ. അതാണ് അവരുടെ ഇത്. സ്വാഭാവികമായിട്ട് വന്നു ചേർന്നത് നല്ല കാര്യമാണെന്ന് ബോധ്യമുണ്ട്. ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും അവർക്ക് പറയാനില്ല എന്നാണ് അവർ പറയുന്നത്. അയ്യോ, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതിന് തുല്യമായതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്തത്. വളരെ മോശമായ കമൻസ്. ഇത് കഴിഞ്ഞ ദിവസം സിനിമാ നടി ശ്രീമതി അംബിക ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം, അവർ സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ള കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ പുള്ളിക്കാർ പറഞ്ഞത് ചെയ്യരുത്. ഇതാ നെഗറ്റീവായി കമൻസ് ഉണ്ടാക്കരുത്, ചെയ്യാതിരുന്നാൽ മതി. ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഈ കമൻസൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾക്കല്ല ദുഃഖം, ഞങ്ങൾക്ക് അവരെ ഓർത്താണ് ദുഃഖം. ഈ കമൻസ് ഇടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനെ വക്രീകരിക്കുന്ന സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി വേറെ എന്തുമാത്രം കാര്യങ്ങളുണ്ട് ലോകത്ത്, എന്തുമാത്രം. ഇത്തരത്തിലുള്ളൊരു 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കുക, ഞങ്ങൾ ഈ ചില കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു, എന്തൊരു അടിസ്ഥാനരഹിതമാണ്, വളരെ മോശം. ഇത് മലയാളിക്ക് ചേർന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെടുത്തിയിരുന്നു. ഇല്ല, SP അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹം അന്ന് ഉടൻ തന്നെ അതിന് നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. പിന്നീട് സത്യത്തിൽ നമ്മളോടൊന്നും ഇപ്പോൾ ആരും ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ ആരുടെയും പൈസ പോകാതിരിക്കാൻ വേണ്ടി UPIയുടെ പോലുള്ള ചില അക്കൗണ്ടുകളുടെ പേജാണ് നമ്മൾ കാണുന്നത്. പണം അങ്ങോട്ട് ഇതിനകത്ത് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പണത്തിന് അടയ്ക്കാനുള്ള 000 എന്ന് പറഞ്ഞൊരു സൈറ്റ് ഐഡിയ വരുന്നത്. അതിനകത്തൊരു ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ പണം അവരുടെ പോയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് അതിൻ്റെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ 2 ആളുകളെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവർ നേരിട്ട് കാണുകയും ചെയ്തു. നമ്മൾ സ്റ്റേറ്റിനാണ് ഇത് കൊടുത്തത്. നമ്മൾ ആ തരത്തിൽ ഇനി അങ്ങനെ ഒരു ലിങ്ക് അവരുടെ താല്പര്യമെങ്കിൽ അവരെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് സംവേദിക്കട്ടെ. പക്ഷെ അത് വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മൾ സ്റ്റേറ്റിന് കൊടുത്തു, സ്റ്റേറ്റ് അത് ആവശ്യക്കാർക്ക് കൊടുത്തു. ഇനി അത് അവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. മകനെയും മകളെയും വലിയ തരത്തിൽ ഓരോ കമൻസും വിഷമിപ്പിക്കുന്നുണ്ടാവുമല്ലേ? ഇതിനപ്പുറത്തേക്ക് കുഞ്ഞിൻ്റെ വിയോഗത്തിനപ്പുറത്തേക്ക് അത്തരം പരാമർശങ്ങൾ വലിയ തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ടാവുമല്ലേ? ഞങ്ങൾ വേദന അങ്ങനെ പങ്കിടാറില്ല. പക്ഷേ സ്വാഭാവികവും മനുഷ്യൻ എന്നുള്ള നിലയിൽ അവർക്കും വിഷമം ഉണ്ടാകാനാണ് സാധ്യത.